ആറന്മുളയിൽ കനത്ത പോരാട്ടമായിരുന്നു കേട്ടോ ഇക്കുറി. വീണ ജോർജ്, അബിൻ വർക്കി, കുമ്മനം പോരാട്ടത്തിൽ വിജയമാർക്കെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേമം മണ്ഡലം പോലെ നമ്മൾ ഉറ്റുനോക്കുന്ന മണ്ഡലമായി ആറന്മുള മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊപ്പം അബിൻ വർക്കി ചേരുന്നുണ്ട്. അബിൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. How are you? ഫൈൻ ഫൈൻ. ഹൗ ആർ യു? ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കട്ടെ. 23 ദിവസം വെയില്, തിരക്ക്, തെരഞ്ഞെടുപ്പിന്റെ സ്ട്രെസ്, ഇതെല്ലാം ഉണ്ട്. മുഖമൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇപ്പൊ സൗന്ദര്യം കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ആ പഴയ വെളുപ്പിനേക്കാൾ ഈ ടാൻ അടിച്ച മുഖമാണ് കുറച്ചുകൂടി സൗന്ദര്യം. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഇത് തുടരാം എന്നുള്ളതാണ് എന്റെ എന്റെ അഭ്യർത്ഥനയും. തീർച്ചയായിട്ടും വളരെ മികച്ച പ്രതീക്ഷയിലാണ് ആറന്മുളയിൽ. വിജയിച്ചു വരാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. ഈ 23 ദിവസമേ നല്ല സ്ട്രെസ്സിലായിരുന്നു അബിൻ. ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിന്റെ സ്ട്രെസ് ഒരു ഭാഗത്ത്, ഓടി എത്തണം, ചൂട്, അല്ലേ? അല്ല, അത് പ്രത്യേകിച്ച് ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. രണ്ട്, ഈ മണ്ഡലം വലിയ മണ്ഡലമാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നാണ്. 12 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും 272 ബൂത്തുകളാണ്. 2.25 ലക്ഷത്തോളം വോട്ടർമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിലേക്ക് ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ എത്തിപ്പെടുക എന്നുള്ളത് അതിഭീകരമായ ടാസ്ക്കായിരുന്നു. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒട്ടുമിക്കാലും ഒക്കെ ചെയ്യാൻ സാധിച്ചു. പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. അത് UDFന്റെയും അതുപോലെ നമ്മുടെ പ്രവർത്തകരുടെ എല്ലാവരുടെയും വലിയ സഹകരണം ഉണ്ടായി. അബിൻ, ഈ സ്ട്രെസ്സൊക്കെ തീർക്കാൻ എന്തായിരുന്നു ഇന്നലെ രാത്രി ഇലക്ഷനൊക്കെ കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് വീട്ടിൽ എത്തുന്ന സമയത്ത് എന്തെങ്കിലും പരിപാടി വല്ലതും ഉണ്ടോ? സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സിനിമയ്ക്കൊക്കെ പോകും ചില ആൾക്കാരൊന്ന് സ്ട്രെസ് കുറയ്ക്കാൻ. ഇന്നലെ അങ്ങനെ ഒന്നും പോകാൻ സാധിച്ചില്ല. സത്യത്തിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ NSSന്റെ ഹരികുമാർ കോയിക്കൽ സാറിൻ്റെ അടക്കം ഉണ്ടായിരുന്നു. അവിടെ പോയി. അതിനുശേഷമാണ് വൈകിട്ട് 6 മണിയോടുകൂടി ഇവിടെ വല്ലനയിൽ ഒരു CPMുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടാവുകയും ആ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്ത കണ്ടപ്പോൾ ഒന്നും ഓർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ബെഡ് കണ്ടപ്പോൾ പിന്നെ ഒന്നും ഓർക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെയാണ് ഓർത്തത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആയിരിക്കുമല്ലേ ഒന്ന് സമാധാനത്തോടെ കിടന്നൊന്ന് ഉറങ്ങിയത്? അല്ല, ഉറക്കം കുറച്ച് ദിവസമായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആയിരുന്നു ഉറക്കം. 2-3 മണിക്കൂർ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ എനിക്ക് 23 ദിവസം പൂർണ്ണമായി കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു വന്നപ്പോൾ ഏതാണ്ട് 19 ദിവസമാണ് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ ദിവസത്തിലൊരു 2 മണിക്കൂർ 3 മണിക്കൂറായിരുന്നു മാക്സിമം ഉറക്കം. ഒരു രാത്രി ഒരു 2 മണിക്കും 2:30-3 മണിക്കൊക്കെയാണ് കിടക്കാറ് പതിവ്. ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും എഴുന്നേക്കും. രാവിലത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു ദിനചര്യ. പിന്നെ അപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ ഒരു 19-18 ദിവസമായിട്ട് ഉറങ്ങി. വേറൊരു കാര്യം ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഇതേപോലെയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ റാങ്ക് ഒക്കെ കിട്ടിയില്ലേ ബിൻ? അത് ഇപ്പോഴെന്നല്ല, ഇത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലല്ലോ. അല്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇങ്ങനെ വളരെ ലേറ്റായി വരികയും വളരെ കമ്മിറ്റഡായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും, എന്തിന് ഈ ചാനൽ ചർച്ചകളിൽ നമ്മൾ ഒരു വിഷയം പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ വീട്ടിൽ അമ്മ എന്നോട് ചോദിക്കാറ്, നീ ഇതൊക്കെ പണ്ട് 10ലും +2ലും പഠിച്ചിരുന്നെങ്കിൽ നീ ഇന്നിപ്പോൾ ആരായനെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അഭിനത് വലിയൊരു പോസിറ്റീവ് അഭിനത് ആസ്വദിച്ച് ചെയ്യുന്നോണ്ടാണ്. ഇപ്പം പണ്ട് 10ാം ക്ലാസ്സിൽ 2ാം ലോക മഹായുദ്ധം നമ്മൾ അങ്ങനെ ആസ്വദിച്ച് പഠിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല മറ്റേ പന്തലാസയെ കുറിച്ചും ജോഗ്രഫിയെ കുറിച്ചും ഒക്കെ പറയുമ്പോഴേ ഭൂമിയുടെ പ്ലേറ്റുകൾ ഇളകുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ വലിയ ആശങ്കപ്പെടുത്തില്ലല്ലോ. പക്ഷേ തെരഞ്ഞെടുപ്പാവുമ്പം ജീവൻ മരണം പോരാട്ടമാകുമ്പോൾ നമ്മൾ അതിനെ തന്നെ ഇൻവോൾവ് ആയി അല്ലേ? അത് ഞാൻ പലപ്പോഴും പറയും, ഈ മാത്സിൽ ∂/∂x പഠിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. ഈ ∂/∂xന്റെ പ്രസക്തി എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും എന്താണെന്ന് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ. അത്
പക്ഷെ അതൊക്കെ നമ്മൾ വിദ്യാഭ്യാസപരമായി ചില സിലബസുകളുടെ മാറ്റമൊക്കെ വേണം. ഇത് ഡോക്ടർ അരുണുമായി അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചർച്ച പിന്നീട് നടത്താവുന്നതാണ്. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉള്ള സിലബസുകളിൽ കാതലായ മാറ്റം വരുത്താം. അധികാരത്തിൽ UDF വരികയാണെങ്കിൽ നമുക്കൊന്നിരിക്കാം. ഒരു കാര്യം കൂടി, ഇന്നലെ വിധിയെഴുത്തിന്റെ സമയത്ത് എന്തായിരുന്നു ഒരു പോസിറ്റീവ് പൾസായിട്ട് തോന്നിയത്? ഒരു നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സെൻസ് സാധാരണ ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടും. ഓ, ദിസ് ഈസ് ഗുഡ് എന്ന് തോന്നുമല്ലോ. അതെന്തായിരുന്നു പോസിറ്റീവ് ഫാക്ട്? അല്ല, അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ റെസ്പോൺസായിരുന്നു. നമ്മൾ ഓരോ ആളുകളെ കാണുമ്പോൾ അവരിൽ പലരും എന്നെ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ എൻ്റെ അടുക്കൽ വരികയും അഭിനല്ലേ എന്ന് പറയുകയും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രചരണത്തിന് പോകുമ്പോൾ നമ്മൾ ഫുൾ ടൈം വണ്ടിയിലാണല്ലോ. ഇപ്പോൾ 12 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഏതാണ്ട് 8 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 8 ദിവസത്തിൽ രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ, 9 അല്ലെങ്കിൽ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ തുടർച്ചയായി നമ്മൾ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും പുതിയ പുതിയ ആളുകളെ കാണുകയാണ്. അപ്പോൾ ആ ആളുകളുടെ റെസ്പോൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ റെസ്പോൺസിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യക്തമാണ്. UDF അനുകൂലമായിട്ടാണ് രാഷ്ട്രീയ സാഹചര്യം, LDF എതിരാണ്. കാരണം 10 കൊല്ലത്തെ ദുർഭരണത്തിൻ്റെ വിഷയമുണ്ട്. 2 ഈ MLAക്ക് എതിരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് വോട്ടായി മാറുമെന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ ക്യാമ്പയിൻ വേർഡ് ഇനിയെല്ലാം വർക്കാകും എന്നുള്ളത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അവർ തന്നെ എന്നോട് ഇത് പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസാണ് മൊത്തത്തിൽ ലഭിച്ചത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അബിൻ. എല്ലാം വർക്കാവട്ടെ. 4-ാം തീയതി വർക്കായി കഴിഞ്ഞ് നമുക്കൊന്നിരിക്കണം കേട്ടോ. താങ്ക് യു. അതെ, തീർച്ചയായിട്ടും ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.